കേസി ആ 2 വീട്ടിലത്തെ വോട്ട് ഞമ്മക്കുള്ളതാണ്, അത് ഉറപ്പാണ്. മൊത്തം 8 വോട്ട് ഇവിടെ ആയിട്ടുണ്ട്. അത് ശരിക്കും മാർക്ക് ചെയ്യും. അനിയപ്പ ഈ വീട്ടിൽ വെറുതെ കേറണ എതിർ സ്ഥാനാർത്ഥി ഇയാൾ അന്തരമാന്റെ മോനല്ല, ഈ വോട്ട് നമുക്ക് കിട്ടുമോ? എന്താ താമസിജി പറഞ്ഞിട്ട് കിട്ടുവോ കിട്ടൂല എന്നുള്ളതല്ല, നമ്മൾ എല്ലായിടത്തും പോയി വോട്ട് ചോദിച്ചണം. എതിർ സ്ഥാനാർത്ഥിന്റെ പേരിലും പോകണം. അംശേ, ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് വോട്ട് ചോദിക്കലും നമ്മളെ കടമയാണ്. ഇങ്ങോട്ട് പോന്നാ നിങ്ങൾ. ആ വോട്ട് വെച്ചാ വന്നേക്കാരല്ലേ, എന്നിട്ട് കേറിക്കോളി. ആയിക്കോട്ടെ. ഇപ്പൊ ഒരു ടീം വന്നാണ് പോയിട്ടുള്ളൂ. ഇരുന്നോളൂ. എത്ര കിണ്ടിയൊക്കെ ആയിട്ട് നടക്കണു. അത് വീരാങ്ക നമ്മൾ ചിഹ്നല്ലേ കിണ്ടി, എല്ലാവരും കാണാൻ വേണ്ടി കൊണ്ടെടുക്കാണ്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ല നമ്മളെ സ്ഥാനാർത്ഥിന്റെ ചിഹ്നം? ഇതാ അവിടെ അങ്ങാടിയിൽ മൊത്തം ഒട്ടിച്ചല്ലോ. ഞാൻ ഈ കജ്ജ് കേടുന്നതിനേസേ അങ്ങാടിക്കൊന്നും വല്ലാതെ ഇറങ്ങലില്ല, അതുകൊണ്ടാണ് ഇപ്പൊ ഇതൊന്നും കാണാത്തത്. അല്ല, അതിന്റെ അടി കൂടി ഞാൻ ചോദിച്ചാൻ വിട്ടതാണ്. എന്താ ഇപ്പൊ കയ്യിന് പറ്റിയിട്ടുണ്ട്? അതൊരാഴ്ച മുന്നേ പള്ളിക്കൊക്കെ ഇറങ്ങിയപ്പോഴേ ഒരു ചെറിയ ചെക്കൻ വന്നിക്കാണ്ട് സ്കൂട്ടറേറ്റ് കുത്തിച്ചതാണ്. അങ്ങനെ ഞാൻ വീടും. അപ്പൊ ആയതാണ് ഇപ്പൊ ഇത് രണ്ടും. അല്ല കേസേ, നമ്മൾ പഞ്ചായത്തിന് എന്തെങ്കിലും ഫണ്ട് പാസ്സാക്കാൻ പറ്റും ഇതിന്? എല്ല് പൊട്ടുണ്ടെങ്കിലേ വയസ്സന്മാർക്ക് 1 ലക്ഷം റുപ്യ വരെ പാസ്സാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ട് കേസ്. എന്നാല് ഞാൻ ജയിച്ചാല് ആദ്യത്തെ ഫണ്ട് ഈ വിഷയത്തിലായിരിക്കും ഞാൻ പാസ്സാക്കുക. അതെന്ന് എഴുതി വെച്ചാണ്. ഇതിനിപ്പോ കൊറേ പൈസ വെച്ച് ചെലവാക്കിക്കുന്നു. ലക്ഷം ഇങ്ങനെ പറഞ്ഞേക്കലുള്ളൂ. പഞ്ചായത്തിൽ നിന്ന് അങ്ങനെയൊക്കെ കിട്ടുമെങ്കിലേ ഇച്ചാന്ന് വാങ്ങി തരുമുണ്ട്. അല്ല, ഹോസ്പിറ്റലത്തെ ബില്ലൊക്കെ നല്ല ഭദ്രമായിട്ട് വെക്കും. ഞാൻ ജയിച്ചാൽ ഇങ്ങോട്ട് വരും, ആ വില്ലേറ്റ് പഞ്ചായത്ത് കണക്കും. അപ്പേ നമ്മളെ ചിഹ്നം മറക്കണ്ട, കിണ്ടിയാണ്. 8 ബോട്ടുണ്ട് ഇവിടെ. നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളൂ. ബാക്കി കാര്യമൊക്കെ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് നടത്തി തരും. ചിഹ്നം ഞാൻ മറക്കൂല. ഞാൻ എപ്പോഴും പാത്തി മനച്ചാർക്കണ പാത്രമല്ല ഇപ്പൊ ഇത്. ബോട്ട് ഏതായാലും ഞാൻ നിങ്ങൾക്ക് ചേച്ചിട്ടുണ്ട്. എന്നായിക്കോട്ടെ, നിങ്ങൾ ദുആ ചെയ്യും കേട്ടോ. അസ്സലാമു അലൈക്കും. ഒരുപാട് സ്ഥലം പോകണ്ട, അതുകൊണ്ടാണ്. അല്ലുട്ടികളെ, ഇതിപ്പോ ചിഹ്നങ്ങൾ എല്ലാ പേരിലും ഓരോന്ന് കൊടുക്കുന്നുണ്ടോ? ഇവിടെ വെച്ചുകണു. അത് വീരാക്ക അവിടെ മറന്നതാണ്, എല്ലാ പേരിലൊന്നും കൊടുക്കണില്ല. ഞാൻ കരുതുന്ന ഇച്ചിവിടെ വെച്ചതേക്കാരൻ വിചാരിച്ചു. ഇന്റെ മൂത്രം പാത്തെടുക്കണ കിണ്ടിയേ ഓട്ടേന്. അപ്പൊ പുതിയൊന്ന് കിട്ടിയ സന്തോഷത്തിലായിരുന്നു ഞാന്. നിങ്ങളെ കിണ്ടി കൊറേ പഴയതായപ്പോ ഓട്ടായിട്ടുണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെച്ചോളി. വേണ്ട, അത് ചിഹ്നല്ലേ, നിങ്ങൾക്ക് എല്ലായിടത്തും കാട്ടി കൊടുക്കാനുള്ളതല്ലേ. എന്നാ പോയി ആ ഇതൊക്കെ അവിടെ പോയി കൊണ്ടിട. എന്നത് കുടിച്ച എല്ലായിടത്തും കാണിക്കാനുള്ളതല്ലേ. കാക്കാ, ഞാൻ പോട്ടെട്ടോ. എടാ ബാവുട്ടിയെ, നമ്മളാ ഫ്ലാറ്റിലെ 13-ാം നമ്പറിലെ വാടക എത്തിയിട്ടില്ല. ഇതൊന്ന് അക്കൗണ്ടിൽ ചെക്ക് ചെയ്താ. എവിടെക്കാ, ഞാൻ ചെക്ക് ചെയ്തോളട്ടോ. പിന്നെ 2-3 കസ്റ്റമറിന്റെ കാത്തൊക്കെ ഇജ്ജ് പോയിട്ടേ ആ ബംഗാളികളെ കൊണ്ടേ നമ്മളെ കോഡൌണിന്റെ ഒരു ഭാഗം ഒഴിവാക്കി ക്ലിയർ ആക്കി വെക്ക്. ഇന്ന് വൈകുന്നേരം ഗുജറാത്തിൽ നിന്ന് ആ ക്ലോസറ്റിന്റെ ലോഡ് എത്തും. അത് ഇന്നലെ തന്നെ ശരിയാക്കണേ. കുറച്ചും കൂടി ശരിയാക്കാണ്ട്. അത് ഞാൻ നാളെ വിളിച്ചാണ്ടേ അത് ശരിയായിക്കോളട്ടോ. പിന്നെ ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടാവും കാര്യം, ഞമ്മളിപ്പോ ഏർപ്പാടിലുണ്ടായിന അനീഫ കുറി നമ്മളെ ഈ വാർഡില് സ്ഥാനാർത്ഥിയാണല്ലോ. അതാ എന്നയക്കണ് മൂപ്പര് പ്രചാരണം തുടങ്ങിയേക്കണ്. നമ്മൾ ഓഫീസിന് മുന്നും കൂടെ ആളെയും കൂടി പോണേ ഞാൻ കണ്ടീനെ. അതിപ്പോ ഓന്റെ വാർഡിൽ നിന്നാ ഓൻ തോൽക്കും. അതാണ് ഈ വാർഡിക്ക് ഓൻ മറുകണ്ഠം ചാടിയിട്ടുണ്ട്. അതൊന്നല്ല, മൂപ്പര് ജയിച്ചാൻ വേണ്ടിയിട്ടാണ് ഈ വേൾഡ് നിൽക്കണതേ. മൂപ്പര് ജയിച്ചു കഴിഞ്ഞാലേ പ്രസിഡന്റ് ആവാൻ സാധ്യതയുണ്ട്. ആ എത്ര പറ്റി പറയണ്ടേ, ഓവിടെ പ്രസിഡന്റ് ആവേ, ഓനവിടെ തോൽപ്പിക്കണം. ഓൻ നമ്മളെ ഏർപ്പാടിൽ നമ്മളെ കൂത്തിക്കാട് പോയതാണ്. ഓനെ പണം കൊണ്ട് പവർ കൊണ്ട് ഓനൊരു അഴുകാക്കണം. അത്രക്കൊക്കെ വേണാക്ക. ഓൻ ഏർപ്പാടിൽ നമ്മൾ ചോദിച്ചൊക്കെ ശരിയാ, ഇത് എലക്ഷൻ അല്ലേ. അതൊക്കെ വേണം. ഓന് നമ്മളെ കച്ചവടത്തിന്റെ എല്ലാ ABCD പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ടാണ് ഓൻ നമ്മളെ ഈ പണി ചെയ്തത്. വേറൊരുത്തരാണ് നമ്മളോട് ഈ പണി ചെയ്ത കുണിച്ചെങ്കിൽ നമുക്ക് ഇത്ര ബുദ്ധിമുട്ടും വിഷമില്ല. നമ്മള് രാഷ്ട്രീയത്തിക്കൊന്നും ഇറങ്ങാത്തല്ലേ കാക്ക, നമ്മൾ എത്തഞ്ഞിന് കാട്ടുക. നമ്മള് രാഷ്ട്രീയത്തിൽ ഇല്ലെങ്കിലും അമ്മായമുട്ടിന്റെ ചെറുക്കനാണ് ഓന്റെ എതിർ സ്ഥാനാർത്ഥി. ഓനെ നമ്മക്ക് ജയിപ്പിക്കണം. അതിന് വേണ്ടുന്ന എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കണം. അതിന് ഇജ്ജ് മുന്നിലിറങ്ങി പ്രവർത്തിക്കണം. നിങ്ങൾ പറഞ്ഞ എനിക്ക് അതിനൊരു എതിർപ്പയും ഇല്ല.
പിന്നെ ഞാൻ മുന്നിട്ടാക്കി പ്രവർത്തിച്ചോളാം. പക്ഷെ കുറച്ച് ദിവസങ്ങളെ കമ്പനിയിൽ നിങ്ങൾ വന്നിരിക്കണം, നമ്മൾ ഏർപ്പാട് പുല്ലാക്കാൻ പാടില്ലല്ലോ. കുഞ്ഞോളെ ആ പൈപ്പ് ഒന്ന് പൂട്ടിക്കാടി. ഇപ്പാ ഞാൻ പ്രചരണത്തിന് പോവാണേ. ഞാനും കുഞ്ഞോനും കൂടിയായി ആ തെങ്ങന്മാരെ വീട്ടിലൊക്കെ പോയിരുന്നു. നിങ്ങളൊന്ന് പോയി കാണണം. ആ ബല്യങ്ങളെ ഒന്ന് നിങ്ങൾ കാണുകയാണെങ്കിലേ ആ പ്രദേശത്തുള്ള ബോട്ടൊക്കെ ഒന്നിന് പോകും. മാനോ പാൻ്റെ കുട്ടിയെ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. ഞാൻ പൊയ്ക്കോളാം, വലിയ ഞങ്ങളെ കണ്ടും ചെയ്തോളാം. മുമ്പ് പറഞ്ഞ അവളുടെ ഭാഗത്തുള്ള കുറെ ബോട്ടൊക്കെ നമുക്ക് കിട്ടും. ഈ നിന്നീൻ്റെ രസേ ഇപ്പാക്ക് മര്യാദക്ക് ഉറക്ക് കിട്ടിയിട്ടില്ല. എപ്പോൾ നോക്കിയാലും ക്ഷീണാണ്. ജയിച്ച് കിട്ടിയാൽ മതി. നിങ്ങൾ പറഞ്ഞ മാതിരിയേ എനിക്കും ഉറക്കം കിട്ടിയിട്ട് 10-15 ദിവസമായിക്കണു. കാരണം നമ്മളെ എതിർ സ്ഥാനാർത്ഥി അനീഫയാണല്ലോ. ഓൻ്റെ അത്രയ്ക്ക് സാമ്പത്തിക ഏതായാലും നമുക്കില്ലല്ലോ. സാമ്പത്തികത്തിൻ്റെ കാര്യത്തിലൊന്നേ പാൻ്റെ കുട്ടി പേടിച്ചണ്ട. നമ്മളെ ഉമ്മറാജി ഉണ്ടല്ലോ, മൂപ്പര് എനിക്ക് വിളിച്ചിരുന്നു. പൈസയുടെ കാര്യത്തിൽ ബേജാറാണ്ട, അത് എന്താ വേണ്ടിയിട്ട് ഞാൻ ചെയ്തുതരാന്ന്. നമ്മളെക്കാട്ടിലും അനീഫ തോൽക്കണം എന്നുള്ള മനസ്സ് മൂപ്പർക്കാണ്. അത് എന്തിനു കാണിച്ച് മനസ്സിലായില്ല. അതിപ്പാ അനീഫയും മറാജിയും ചെയ്യുന്ന ഒരേ ബിസിനസ് ആണല്ലോ. അപ്പൊ അയിമ വല്ല വൈരാഗ്യം രണ്ടാളും ഉണ്ടാവും. അതൊന്നും ഇപ്പം നമ്മൾ നോക്കണ്ട. സഹായിച്ചാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പം തിന്നാ പറയുമ്പോൾ കുയ്യാണുണ്ടല്ലോ. ചിപ്പാൻ്റെ കുട്ടി ഒന്ന് പറയാനുള്ളതേ, തുരുപ്പായൊക്കെ നല്ല രസമുണ്ട്. പക്ഷെ മനുഷ്യന്മാരെ കാണുമ്പോൾ ഒന്ന് ചിരിച്ചിക്കാണ്ട് കയ്യൊക്കെ കൊടുത്തിക്കാണ്ടേ അങ്ങനെ ഉണ്ടല്ലോ. അത് ഞാൻ എപ്പോഴോ ചെയ്യൽ തുടങ്ങിക്കണ്. കുഞ്ഞു എന്നോട് പറഞ്ഞു, ഇജ്ജ് ഒരു കണ്ണാട എടുത്ത് വെച്ചിക്കാണ്ട് ആദ്യം കയ്യിൽ നോക്കിയിട്ട് ഒറ്റയ്ക്ക് ചിരിച്ചേ. അപ്പൊ ചിറിണ്ട് വരും എന്ന് പറഞ്ഞു. ഇത് വരുത്തി 2 കവളും ഇവിടെ വേദന തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ ഞാൻ അതിനും പോരാത്തതിന് പെരിയിൽ വന്നിട്ടും പ്രാക്ടീസ് ചെയ്യേ. പെരിയെന്ന് ചിരിച്ചാൽ വെച്ച് മനസ്സിലായി. ഇമ്മ പറയണ്ടേ മാനിപ്പോ 2-3 ദിവസമായിട്ട് വെറും ചിരിച്ചുകൊണ്ടാണ്. ഇമ്മക്ക് വലിയ കാര്യമായിക്കണു. അതിപ്പോ കുട്ടികളും പറയുന്നുണ്ട്. എന്നാ ഞാൻ പോട്ടെട്ടാ. അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. എന്തപ്പോ ഇവിടെ ഞാനേ കോഴിക്കോടൊക്കെ പോകണ്ടേ, ചെറുക്കണ്ട് വണ്ടിയായിട്ട് വരുന്നത്. ഞാൻ വേണേ കാത്തിക്കാം. ഞാനും സ്ഥാനാർത്ഥിയും കൂടി 2 വട്ടങ്ങളെ പെരിയിൽ വന്നു. അപ്പോഴൊന്നും നിങ്ങളെ കണ്ടില്ല. പെണ്ണുങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കണേ, വോട്ട് ചെയ്യണം കേട്ടാ. ആ പെണ്ണുങ്ങൾ പറഞ്ഞിരുന്നു വോട്ടൊക്കെ നമുക്ക് ചെയ്യേ. ഞാൻ ഓരോരോ ചുറ്റുപാടായിട്ട് അങ്ങനെ പെരിയിൽ ഉണ്ടാവില്ല. ഇപ്പൊ അല്ലടാ മമ്മൂട്ടിന്റെ ഇതൊക്കെ ജയിക്കോ? അല്ല എന്താ നമ്മളൊക്കെ വാർഡിലെ പാട്. ഞാൻ ഒന്നും ഉണ്ടായിട്ട് ചോദിച്ചല്ല. എതിർ സ്ഥാനാർത്ഥി നമ്മൾ അനീഫാണല്ലോ, ഞാൻ അതോട് ചോദിച്ചാണ്. അനീഫ് എന്ന വിഷയമല്ല, 99% നമ്മൾ ജയിച്ചു. പിന്നെ ചെറിയൊരു കേസുള്ളത്, ഈ മമ്മൂട്ടിയെക്കാളെ ജ്യേഷ്ഠനോടും പെങ്ങളോടൊന്നും ഉണ്ടാത്തൊരു പ്രശ്നമുണ്ട്. ആൾക്കാർ പറയുന്നുണ്ട്. നിങ്ങൾക്കൊന്ന് പറഞ്ഞാൽ ശരിയാക്കാൻ പറ്റുമോ? പൊന്നാന്റെ കുഞ്ഞുമോനെ, ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾ പള്ളി കമ്മിറ്റി പലവട്ടം ഇടപെട്ടതാ. വീരാങ്കാക്ക് നന്നാകണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ മമ്മൂട്ടി തീരാണ്ട് അടുക്കണില്ല. ഈ കാര്യം ഞാൻ മമ്മൂട്ടിനോട് പറഞ്ഞതിന് ശേഷം ഓനോടും വലിയ ലോകമില്ല. അത് നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് മെനക്കെട്ടിക്കാണ്ടേ ഒന്ന് ശരിയാക്കി തരുമോ? ആൾക്കാരുടെ ഇടയിൽ ഈ മുറിമുറുപ്പ് വല്ലാണ്ടുണ്ട്. എടാ ഈ ഒരു കാര്യം എന്നോട് പറയല്ലേ. ബാക്കി എന്തൊരു കാര്യമാണെങ്കിലും അൻസാജ് എനിക്ക് ചെയ്തത്. അജയ് ഇനിയിപ്പോ ഇതിന് നമുക്ക് ഇടപെടാൻ ആരെങ്കിലും ഉണ്ടോ? എടാ ഇപ്പൊ ഇലക്ഷൻ ഒക്കെ അല്ലേ. ഇപ്പൊ നിങ്ങൾ ചെറുപ്പക്കാരെല്ലാം കൂടി മെനക്കെട്ടാക്കേണ്ടത് നടത്തും. ആയിക്കഴിഞ്ഞ് വേറെ നിങ്ങൾ വച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവർക്ക് KDF സ്ഥാനാർത്ഥി സ്ഥാനം പിടിച്ചിരിക്കണ്. നമ്മൾ ഇതോടെ ഒട്ടിച്ചാ ഇത് കേറിയിട്ടാണ് നമുക്ക് ഒട്ടിച്ചാ. കീറിക്കാണ്ട് ഒട്ടിച്ചാൽ നടക്കൂല. നമ്മുടെ സ്ഥാനാർത്ഥി പ്രത്യേകം പറഞ്ഞിങ്ങനെ ഇലക്ഷൻ കഴിയാൻ ഒരു കച്ചവർക്കും പോകരുത് പറഞ്ഞു. എന്നാ ജീവാ അതിന്റെ താഴെ തന്നെ ഒട്ടിച്ചാ നമുക്ക്. ഇവിടെ അടിയിൽ പസേ കടന്നിട്ട് പൊട്ട അങ്ങനെ ഒട്ടിച്ചേ താഴെ തിരിഞ്ഞ നമ്മൾ പണ്ടേ ബംഗാളികളെ ഒട്ടിച്ചിന് അതിനെ ഒട്ടിച്ചു. പിടിച്ചാ കേട്ടിടിച്ചാ ഒന്ന് മേലെ ഒരു ബൊമ്പായിക്കോട്ടെ ഒട്ടിച്ചത്. അയ്യോ മൈതാക്ക നമ്മളെ മറ്റേ പാർട്ടിക്കാരെ പോസ്റ്റ് ഒട്ടിച്ചാൽ വന്നോളൂടെ, അതിന് അയക്കല് പേര്. ആരോട് വെച്ചിട്ട് അവിടെ പോസ്റ്റ് ഒട്ടിച്ചത്? ആരോട് വെച്ചിട്ട് പൊട്ടിച്ചത്? ഇവിടെ ഒട്ടിക്കാൻ പറ്റൂല. KDF സ്ഥാനത്ത് പൊട്ടിച്ചല്ല, പിന്നെ നിനക്ക് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഓല ഒട്ടിച്ചോട്ടെ. ഇന്റെ അൽമാറിന്റെ മേലെ ഒട്ടിക്കാൻ പറ്റൂല, അതിന് ഒട്ടിക്കാൻ പറ്റൂല. റിയാസ് അപ്പരം അങ്ങനെ ആയിക്കോളാം. നമ്മളെ പോസ്റ്റ് ചീന്തിരാന് ഇഞ്ചെടുത്താ ഒന്നുകൂടെ ഒട്ടിച്ചോ. അല്ലാതെ ചെങ്ങന്മാരെ നിങ്ങളുള്ള മനസ്സിൽ പറഞ്ഞ ഒട്ടിക്കലിന്ന് നിങ്ങൾ എന്താ തണ്ടായിട്ടുണ്ടോ? കജ്ജുകളിൽ മുറിച്ചാണ്ടുണ്ടോ കേട്ടോ? ആഹാ അത്ര ഇക്കണ ഈ കട ഈ വാടത്തന്നല്ലേ. ഞങ്ങൾ സ്ഥാനത്തിന്റെ ചോദിച്ചാൽ കാണിച്ചു തരാം എന്താ കാട്ടേണ്ടിന്ന്. അപ്പൊ കാണാം. ഈ കട ഞങ്ങൾ പൂട്ടിച്ചു.
ഞാൻ പെരി പോയിനു, പെണ്ണുങ്ങളും കുട്ടികളൊക്കെ കണ്ടു. അപ്പോ നിങ്ങൾ നമുക്ക് വോട്ട് ചെയ്യണം. എന്റെ വോട്ടും എന്റെ വീട്ടിലെ വോട്ട് എനിക്ക് തന്നെയാണ് എന്നാ ശരി എന്നാലേട്ടാ. ഓക്കെ ഓക്കെ എന്നാ ശരി. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഞാൻ വോട്ട് ചോദിക്കാൻ വന്നതാണ്. അപ്പൊ നിങ്ങളും നിങ്ങളെ കുടുംബത്തിന്റെ വോട്ടും വേറെ എവിടേക്കും പോവരുത്, എനിക്ക് തന്നെ ചെയ്യണം നിങ്ങള്. അല്ല, ഇവനാണ് സ്ഥാനാർത്ഥി വാട്സാപ്പിലൊക്കെ കണ്ടിരുന്നല്ലോ, പിന്നെ ഇപ്പൊ എങ്ങനെ ഇജ്ജായത്? അതെ, പാർട്ടി ആദ്യം ഇന്നു പറഞ്ഞില്ലേ, പിന്നെ ഞാനോട് ഒഴിഞ്ഞോടുത്താണ്. ഓൻ നിക്കട്ടെ, ഓൻ ജയിച്ചട്ടെ. നമ്മുടെ ചിഹ്നം കണ്ടില്ല, നിങ്ങൾ ഇതിന് വോട്ട് ചെയ്യേ. കോടാലിയ ചിഹ്നം. ഇജ്ജ് ജയിച്ചാലേ ലാസ്റ്റ് ഞങ്ങൾക്കൊരു കോടാലി ആവോ? അതൊന്നും ആവൂല മാനുവക്ക. ഞാൻ ജയിച്ചു കഴിഞ്ഞാല് ഇന്റെ ജീവിതം 5 കൊല്ലം ഈ നാട്ടുകാർക്കും വേണ്ടി ഉഴിഞ്ഞതാണ്. എന്റെ 5 കൊല്ലം ഉയിച്ചിലും ബീച്ചിലും ഒക്കെ അവിടെ നിക്കട്ടെ. എന്നെ കൊണ്ട് കജ്ജണമാതിരി വികസനങ്ങൾ കൊണ്ടുപോട്ടെ, അത്ര എനിക്ക് പറയാനുള്ളൂ. വോട്ട് ഞാൻ ചെയ്തോണ്ട്. പിന്നെ മേമട്ടേക്കാ, ഞാൻ നിങ്ങളെ ചെറുക്കൻ്റെ ഒപ്പം ഒരാഴ്ച ഈ വാർഡിൽ മൊത്തം നടക്കണം. ആഞ്ഞ് പിടിച്ചാൽ നമ്മൾ ജയിക്കും. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. വേറെന്താ പ്രശ്നം ബാവുട്ടിയെ? പിന്നെ വീടുകളിൽ ചെല്ലുമ്പോഴേ ഓലൊക്കെ ചെയ്യാന്ന് പറയുന്നത്, പക്ഷെ അങ്ങാടിയിലേ ചെറിയ അടക്കം പറിച്ചിലുണ്ട്. അതെന്താ അങ്ങാടിയിൽ അടക്കം പറിച്ചത്? എന്റെ മോന്റെ അടുത്ത് അങ്ങനത്തെ പാപ്പകളൊന്നും ഇല്ലല്ലോ. പാകപ്പേകളെ നിങ്ങളെ മോൻ്റെ അടുത്തല്ല, ഇവിടെയാണ്. നിങ്ങളോട് ഞാൻ തുറന്നു പറഞ്ഞില്ലേ, നിങ്ങളൊന്നും വിചാരിക്കരുത്. ബാവുട്ടിയെ, എനിക്ക് എന്ത് കാര്യം മുന്നോട്ട് തുറന്ന് പറയാം. ഞമ്മക്ക് ജയിക്കലാണ് ആവശ്യം. നമ്മൾ ജയിക്കണമെങ്കിലേ നിങ്ങളെ കൂടപ്പിറപ്പുകളായ നിങ്ങളെ ജ്യേഷ്ഠനോടും പെങ്ങളോടും പോയിട്ട് ഒന്ന് നന്നാവണം. എന്നിട്ട് നമ്മൾ ജനങ്ങളുടെ ഇടയിൽ നല്ലൊരു ഇമേജ് ഉണ്ടാക്കണം. ഞങ്ങൾ ചെന്നോടത്തൊക്കെ എല്ലാവരും പറയുന്ന അത്തരങ്ങൾ നിങ്ങളെ ജ്യേഷ്ഠനായിട്ടും പെങ്ങളായിട്ടും നിങ്ങൾ കൊല്ലങ്ങളായിട്ട് തെറ്റിലാന്നാണ്. പിന്നെ ഓല വോട്ടനങ്ങ് കിട്ടൂല. പിന്നെ എങ്ങനെ നാട്ടുകാരെ വോട്ട് കിട്ടുക? നിങ്ങൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് അറിയാം, നിങ്ങൾ ഓലായിട്ടൊന്ന് പോയി നന്നാകുക. അനക്ക് വേറെ കാര്യം, വേറെ ആരും നോക്കണം. അങ്ങനെയാണേ മുട്ടേക്കാ, നമ്മൾ ഈ പണിയെടുത്തൊക്കെ വെറുതെ ആവും. നമ്മൾ ജയിച്ചൂല, അനീപ ജയിക്കും ചോദിച്ചു. ബാവുട്ടിയെ, ഓല് ചെയ്ത സംഗതി ആലോചിച്ചാലേ മരണം വരെ ഓരോട് മുണ്ടൂല. ഞാനായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് ഇതിലപ്പുറം നടക്കും. നിങ്ങൾ തമ്മിൽ ഇത്ര വൈരാഗ്യം ഉണ്ടാകാൻ എന്താ കാരണം? ഞങ്ങൾ 3 ആളാ. എന്റെ വലിയ കാരണവരും ഈ പെങ്ങളും കൂടി കണ്ട് ഉമ്മാന്റെ മുതൽ മുഴുവനും കൈക്കലാക്കി. ഒരു നയാ പൈസ എനിക്ക് അതിന് കിട്ടിയിട്ടില്ല, ഓരോ തന്നിട്ടില്ല. പിന്നെ ഇമ്മാന്റെ കുറച്ച് പണ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇമ്മാന്റെ മരിപ്പ് കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾ പള്ളിയും കൊടുത്തു. അങ്ങനെ ഉണ്ടല്ലോ, കൂടപ്പറപ്പാണല്ലോ, ഒന്ന് പൂച്ചി ചോദിച്ചെങ്കിലും പറയുകയൊന്നും ചെയ്തില്ല. അതൊക്കെ എങ്ങനെ മറക്കുക? ഞങ്ങളെ താഴ്ന്നോലെ പരി പോയിന്, ഞങ്ങളെ പെണ്ണുങ്ങളുണ്ടായിന്. ഒരു അയഞ്ഞ രീതിയിൽ ആ ചെയ്യാന്നൊക്കെ പറഞ്ഞു. എനിക്കൊരു പ്രതീക്ഷയില്ല. എല്ലായിടത്തും കിട്ടിയ മറുപടി ഒന്നുമല്ല അവിടുന്ന് കിട്ടി. ആ ഓളൊരു പെട്ടതല്ലേ, ഓ നന്നാകാൻ വേണ്ടിയിട്ട് കല്യാണങ്ങളൊക്കെ ഇവിടെ നിന്ന് പറയും. ഞാൻ പോയിട്ടില്ല, പോവില്ല, പുകഞ്ഞ കൊള്ളി പുറത്താണ്. പിന്നെ ഓരോ 10 വോട്ട് കിട്ടിയിട്ട് എൻ്റെ കുട്ടി ജയിക്കണ്ട. മുട്ടേക്കാ, നിങ്ങൾ ഈ പറഞ്ഞ ഒന്നും ശരിയല്ല. ഇത് പഞ്ചായത്ത് ഇലക്ഷനാ, ഇവിടെ ഓരോ വോട്ടും പ്രധാനപ്പെട്ടതാ. പിന്നെ നിങ്ങൾ കേൾക്കേണ്ടി വരും. ഇന്നത്തെ സ്കോഡ് വർക്ക് ഉച്ച വരെയുള്ള കഴിഞ്ഞു. സ്ഥാനാർത്ഥി ആയതിന്റെ ശേഷം രാവിലെ പോയിട്ടുണ്ടെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കും വരിക. പിന്നെ വീട്ടിലൊരു പണിയെടുക്കാൻ നേരല്ലേ, പിന്നെ ഉച്ച കഴിഞ്ഞാൽ പിന്നെയും പോണം. സ്ഥാനാർത്ഥിയായ ഒരു ഒഴിവുണ്ടാവില്ല, ഇനി ജയിച്ചു കഴിഞ്ഞാൽ തീരെ ഒഴിവിട്ടൂല. അല്ല ഉണ്ണി, എന്നോട് 10ാം വാർഡിൽ സ്ഥാനാർത്ഥിയായിട്ട് നിക്കാൻ പറഞ്ഞിരുന്നില്ലേ, എന്നിട്ട് എന്തേ നിക്കാഞ്ഞ്? ഞാൻ ഇപ്പൊ PSC റാങ്ക് ലിസ്റ്റിൽ വന്ന് കിടക്കാണ്. എപ്പോഴാ ജോലി കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്നാലേ പിന്നെയും വേണൊരു തെരഞ്ഞെടുപ്പ് നടത്തുക. അത് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒഴിഞ്ഞെന്നാ. അവിടേക്ക് നിക്കുകയാണെങ്കിൽ എന്തായാലും ജയിച്ചിരുന്നു കേട്ടോ. നമ്മളെ പാർട്ടിക്ക് ഒരു മുൻതൂക്കമുള്ള സ്ഥലമാണത്. അന്റെ നാത്തും അന്റെ ഒപ്പം വരവൊന്നുമില്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തെ മെമ്പർ ചെയ്യുന്നപോലെ. അതൊന്നും പറയണ്ട എൻ്റെ ഉണ്ണിയെ. എൻ്റെ ഏട്ടിയമ്മ ഉണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷനിൽ നിന്നപ്പോഴേ രാവും പകലില്ലാതെ കൂടെ നടന്നെന്താ ഞാന്. ഇപ്രാവശ്യം ഞാനൊന്ന് വിളിച്ചപ്പോ കൂടെ വരാൻ തന്നെ മൂപ്പത്തിക്ക് മടിയാ. അതെന്താ അങ്ങനെ? നിങ്ങൾ നല്ല രീതിയിൽ കഴിഞ്ഞിരുന്നു. ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല എൻ്റെ ഉണ്ണിയെ. 3-4 പ്രാവശ്യം മൂപ്പത്തി ഇലക്ഷനിൽ നിന്നിട്ട് ജയിച്ചല്ലോ. അപ്പൊ പാർട്ടി എന്ത് കെട്ടി, മൂപ്പത്തിനെ മാറ്റിയിട്ട് എന്നെ ആക്കി. എനിക്കാണെങ്കിൽ ഇഷ്ടണ്ടായിട്ട് നിന്നതല്ല, അത് മൂപ്പത്തിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതാണ് പ്രശ്നം. അധികാരമോഹമാണ്. അത് കിട്ടിയാൽ പിന്നെ ഒഴിവാക്കൂല. എത്ര കിട്ടിയാലും പിന്നെയും മത്സരിക്കണം എന്നാണ് തോന്നുന്നു. എടാ, ഏട്ടത്തിയമ്മ എൻ്റെ ഒപ്പം വോട്ട് ചോദിക്കാൻ നടന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. മൂപ്പത്തി ഓരോ വീട്ടിലും ചെന്നിട്ട് എനിക്ക് വോട്ട് ചെയ്യണ്ടെന്നാ പറയണതേ. എന്തിനങ്ങനെ ഉപദ്രവിക്കാൻ നിൽക്കണ്, അതിലാണ് എനിക്ക് സങ്കടം. ബിന്ദുജ് വിഷമിക്കൊന്നും വേണ്ട. നമ്മൾ സത്യസന്ധമായിട്ട് നടന്നിട്ടുണ്ടെങ്കിലേ ആരെ കൊണ്ടും നമ്മളെ തളർത്താൻ കഴിയില്ല. ജയിക്കും. ഞാൻ ആരും ചതിച്ചിട്ടും വഞ്ചിച്ചിട്ടും ഒന്നുമില്ല. എല്ലാ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിലും നല്ല സപ്പോർട്ട് തന്നെയാണ് എനിക്ക് കിട്ടണത്. ജയിക്കായിരിക്കും.
മൈമുട്ടിയെ ഇങ്ങോട്ട് കയറിയിരുന്നാ. അതാ ഞാൻ കാര്യക്കല്ല, കാക്ക ഇവിടെ ഉണ്ടോ? ആ അത് അപ്പുറത്തുണ്ടല്ലോ. എന്നാ വിളിച്ചാണി, ഒരു കാര്യം പറയാനുണ്ട്. ആ ഞാൻ എന്നാ വിളിച്ച. കജ്ജോണ്ട് വെച്ചാതെ നിങ്ങൾ എന്തിനാ തോർത്തുണ്ട് തോരടുണ്ട്? പുതിയ തോർത്തുണ്ടാണ് നബീസോ, അതാ ബക്കറ്റിൽ നനഞ്ഞ് കെടുക്കിയെന്നു. അതിനിപ്പോ കരിമ്പൻ അടിച്ചു. അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് തോരട്ടതാണ്. നമ്മളെ മൈമുട്ടി അതാ വന്നിക്കണു, അവിടെ അപ്പുറത്തുണ്ട്. നിങ്ങളെ ചോദിച്ചതാ. ആ ഞാൻ പോയോക്കട്ടെന്നാ. അസ്സലാമലൈക്കും. വലൈക്കും സ്സലാം. എത്തട ഇവിടെ നിക്കണു? അനക്കാണ്ട് കേറിയിരുന്നൂടെ? ഞാൻ കേറിയിരിക്കല്ല, ചെറിയ അർജന്റ് ഉണ്ട്. എത്ര എന്റെ കൈജിന് പറ്റി? അതിപ്പോ ഒരു 15 ദിവസമായി. ഇജ്ജ അറിഞ്ഞിട്ടില്ലേ? ഞാൻ പീഡന്റെ അടുക്കണ്ട് ഇറങ്ങിയപ്പോളേ ഒരു ചെറിയ ചെക്കന് ഒരു സ്കൂട്ടറേറ്റ് വന്ന് കാണ്ടാണ് തട്ടിച്ചതാണ്. അപ്പൊ അതിൽ വീണു. ഇവിടെ ഒരു പൊട്ടുണ്ടായിരുന്നു, പിന്നെ ഈ മുറിയായും ചെയ്തേക്കുന്നു. 1 മാസം കെട്ടണം എന്നാ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ വന്നതേ നമ്മളെ മാനുവാണല്ലോ 22 പാടിലെ സ്ഥാനാർത്ഥി. ഈ വോട്ട് ചെയ്യുവോണ്ടി പോന് കുട്ടികളും പറഞ്ഞാണ്ടിട്ടാ. ഞാൻ വിചാരിച്ചേ ഇജ്ജിന്റെ ഈ കജ്ജ് കേടെന്ന് അറിഞ്ഞുകാണ്ട് വന്നതാണ്. ഇജ്ജ് വോട്ട് വെച്ചാൽ വന്നതാണല്ലേ? എന്റെ മാനുവേ ഒരു സ്വൈരം തരുന്നില്ല. നിങ്ങൾ പോയി ചോദിച്ചാൽ മൂത്താപ്പാണ്ട് വോട്ട് തന്നു. അപ്പൊ ഞാൻ കണ്ട് നിക്കക്കളി ചേരിന് പോന്നാ. ഏതായാലും ഇജ്ജ് കണ്ട് വരാനേ എൻ്റെ മോന് സ്ഥാനാർത്ഥിയായി നിൽക്കേണ്ടി വന്നൂലേ. നമ്മളെ ഇമ്മ മരിച്ചിക്കാണ്ട് 40 കഴിഞ്ഞിക്കാണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയതാണ്. അതിന് ശേഷം ഇജ്ജ് ഈ പാടി ഇതുവരെ ചോട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതൊന്നും ഇനി ഇപ്പൊ പറയണ്ട, പറയണിപ്പോ ഒരുപാട് പറയണ്ടാവും. ഇജ്ജ് കുട്ടികൾ ബോട്ടിന് വരുവണ്ടി, മാണിന് ബോട്ട് ചെയ്യുവണ്ടി. എടാ നമ്മൾ രണ്ടാള് ഒരു ഉമ്മാൻ്റെ പള്ളിയിൽ നിന്ന് പോകുന്നതാണ്. ഇച്ച് വന്നുകാണ്ട് ഇമ്മരപ്പടി ഒന്ന് കയറാനും കൂടി എനിക്ക് ഒഴിവുണ്ടായില്ല. നമ്മളമ്മ അവിടെ ബെജാതായിരിക്കുന്ന സമയത്ത് ഉമ്മാൻ്റെ മുതലിട്ടിക്കാണ്ട് ഉമ്മാനെ ചികിത്സിച്ചു. അതിന് നിങ്ങളാരും വന്നു നോക്കിയിരുന്നില്ല. ഞാൻ ചെയ്തതാണ്. എൻ്റെ അടുത്ത് വേറെ പൈസ ഇല്ല. എൻ്റെ മക്കളോട് ഇപ്പോൾ വായിക്ക് ചോദിച്ചാൻ പറ്റൂല. സ്വന്തം ബാപ്പാരെ നോക്കാത്ത മക്കളാണ് ഇപ്പോൾ. ഓലിപ്പോൾ വല്യമാനെ നോക്കൂലല്ലോ. അതിന് ചെയ്തതാണ്. ആ കാരണത്താലാണ് ഈ തെറ്റി നടക്കുന്നത്. ആ പൈസ മുഴുവൻ ഞാൻ മുണിഞ്ഞെന്ന് പറഞ്ഞു കാണ്ട്. പിന്നെ ഇമ്മാൻ്റെ ചുറ്റും കുറച്ച് പണ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു മരിച്ച നേരത്ത്. അത് ഞാൻ പള്ളിക്കും കൊടുത്തു. ഉമ്മാൻ്റെ ഒരു വസിയത്തായിരുന്നു, അത് ഞാൻ ചെയ്തു. അതിനാണ് ഇജ്ജ് എന്നോട് നമ്മൾ ആഴ്ചമൂനോട് തെറ്റി നടക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടി എടുത്തതാണ് കണ്ട്. മരിച്ചതിന് മുന്നേ നമ്മൾ രണ്ടാളൊന്നും മുണ്ടണം എന്നുള്ള എൻ്റെ ഒരു വല്ലാത്തൊരു ആഗ്രഹമില്ല. നമ്മൾ ഈ ചെജിൻ്റെ ഇബാദത്തൊന്നും പഠിച്ചോൻ സ്വീകരിച്ചൂല. നമ്മളിങ്ങനെ നടന്നാൽ ഞാൻ എന്നോട് മുണ്ടാൻ വേണ്ടി പല വട്ടം എൻ്റെ പെരിയിൽ വന്നാണ്. ഇത് മോഹറ് തിരിഞ്ഞാണ്ട് പോകും. എൻ്റെ കുട്ടികളെ കല്യാണം ഇവിടെ 2-3 കഴിഞ്ഞു. അതൊക്കെ ഞാൻ അവിടെ വന്ന് പറഞ്ഞു. ഇജ്ജും വന്നില്ല, ഞാൻ എൻ്റെ കുട്ടികളെയും കൂടി ഇങ്ങോട്ട് പറഞ്ഞു വെച്ചില്ല. അങ്ങനെയൊക്കെയാണ് ഇജ്ജിനോട് കാട്ടിയത്. പിന്നെ അതുമല്ല, നമ്മൾ ആഴ്ചമു എന്നും സുഖമില്ലാതായി പെരി കെടുക്കുന്നുണ്ട് അറിയോ. ഇജ്ജ് അവിടെ ഒന്ന് പോയി നോക്കിയിട്ടും കൂടി ഇല്ലല്ലോ. ഞാൻ ഓളെടുത്ത് ചെന്നപ്പോഴേ ഇപ്പോൾ കണ്ണിൽ വെള്ളം നിറച്ച് കാണ്ട് എന്നോട് പറയാണ്. ഞാൻ ഈ വെജാതായിട്ട് നമ്മളെ കൂട്ടും കുടുംബമൊക്കെ അവിടെ വന്നു പോയി. എൻ്റെ ചെറിയ ആങ്ങളെ മാത്രം വന്നില്ല. എന്തിനാണ് ഇജ്ജ് ഓളോട് ഈ വാസിയും വൈരാഗ്യമായിട്ട് നടക്കേണ്ടത്? പിന്നെ ഈ വോട്ട് ഇവിടെ വന്നതേ പഠിച്ചോനെ എൻ്റെ അടുത്തേക്ക് അന്നെ എത്തിച്ചാൻ തന്നൊരു വജ്ജാണ്. പിന്നെ ഇപ്പം മാനുവിന് വോട്ട് ചെയ്യാനല്ല ഇജ്ജ് പറഞ്ഞത്. അത് ഞാൻ എന്തായാലും ചോദിച്ചു. പോൻ എൻ്റെ കുട്ടിയാണ്, ഞാൻ എടുത്ത് വളർത്തിയ കുട്ടിയാണ്. അനക്കല്ല മക്കളൊക്കെ ഒരു വേർതിരിവ്. ഇച്ച അങ്ങനെ ഒന്നും ഇല്ലടാ. ആ എന്നാ പറഞ്ഞ മാതിരി വോട്ട് മാനുവിന് ചെയ്തോണ്ടിട്ടാ ഞാൻ പോവാണ്. എടാ നമ്മളെ ആച്ചുമൂൻ്റെ അടുത്തൊന്ന് പോയിക്കാണ്ടി. ഓളെ ഇനി എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ അത് വല്ലാത്തൊരു വിഷമാവും കേട്ടോ. പൊന്നാര മക്കളെ, എലസം വരും പോവൊക്കെ ചോദിച്ചു. ആ ഒരു കാരണം പറഞ്ഞിക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കൂടി വയക്കും വക്കാനൊക്കെ ആക്കിക്കാണ്ടേ കുടുംബ ബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളൊന്നും തെറ്റരുത്. അത് എന്നും നിലനിൽക്കണം. ഓരോ ആൾക്കാരെ എലക്ഷൻ വരുമ്പോൾ തെറ്റുള്ളവരൊക്കെ നന്നായിക്കാണ്ട് ആ വോട്ട് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവൃത്തികളുണ്ട്. അങ്ങനെയൊന്നും ആവരുത്. എന്നും സ്നേഹത്തോടു കൂടി ഒരുമയോടു കൂടി കുടുംബമാണെങ്കിലും കൂട്ടരാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. അതാണ് ഈ ബീരാങ്കാക്ക നിങ്ങളോട് പറയാനുള്ളത്.